Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ലൂയിജി പീരാൻഡെല്ലോ എന്ന ഇറ്റാലിയൻ റൈറ്റർ എഴുതിയിട്ടുള്ള വാർ എന്ന് പറഞ്ഞ ഈ സ്റ്റോറി. As the title suggests, the historical background of the story is World War First. World War Firstനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വാർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ ബ്രില്യൻ ഷോർട്ട് സ്റ്റോറി. ഈ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഡിസ്കോഴ്സുകളുണ്ട് എക്സാമിൽ. കാരണം ഒരുപാട് ഡിസ്കോഴ്സുകൾക്ക് പൊട്ടൻഷ്യൽ ഉള്ള സാധ്യതയുള്ള ഒരു പാഠഭാഗമാണിത്. ആൻഡ് ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനെങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്, അതിനുള്ള ട്രിക്സ് എന്താണ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്കറിയാം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയേണ്ടത്. നിങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്തം, ആ ഡ്യൂട്ടി അത്രമേൽ സ്നേഹത്തോടു കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഇൻ അഡ്വാൻസ്. നോക്കൂ, ഇതാണ് ആ ചോദ്യം. വാർ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്പീച്ചാണ്. ആ സ്പീച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റൈറ്റപ്പ് ആയിട്ടും ചോദിച്ചേക്കാം. എന്നാൽ തീം ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നോക്കൂ, ഇതൊരു ടെക്സ്റ്റൽ ആക്ടിവിറ്റി കൂടിയാണ്. It is the ordinary people who suffer in a war, not the privileged. It's a very important statement. ഒരു വാറിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, ഒരു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഓർഡിനറി ആയിട്ടുള്ള കോമൺ പീപ്പിൾ ആണ്. അല്ലാതെ ആരല്ല? പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആളുകളല്ല. War by Luigi Pirandello highlights the effect of war on common people. ഇതാണ് കാര്യം. വാർ എന്ന് പറഞ്ഞ ലൂയിജി പിരാൻഡെല്ലോയുടെ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത്, ഉയർത്തി കാണിക്കുന്നത് എന്താണ്? ഇഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ. സാധാരണക്കാരായ മനുഷ്യരിൽ യുദ്ധമുണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നതാണ്. Prepare the script for a speech to be delivered in your school on 6th August, Hiroshima Day. നിങ്ങൾക്ക് ചിലപ്പോൾ ഹിരോഷിമ ഡേയെ കുറിച്ച്, നാഗസാക്കിയെ കുറിച്ച്, പേൾ ഹാർബർ ഇൻസിഡന്റിനെ കുറിച്ചൊക്കെ അറിയായിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങളുടെ സ്കൂളിൽ ഹിരോഷിമ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഒബ്സർവ് ചെയ്യുന്ന ആ ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റാണ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പരീക്ഷയ്ക്ക് 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണിത്. എപ്പോഴും നമ്മുടെ ഒരു സ്പീച്ചിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ട്രിക്കിൽ ആദ്യത്തെ കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്, ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ എന്തിനെക്കുറിച്ചാണോ നിങ്ങളോട് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ആ സെൻറ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് നമ്പർ 1. കാരണം എക്സാമിൽ ഇപ്പോൾ പുതിയൊരു പാറ്റേൺ പ്രകാരം വലിയ ചോദ്യമായിരിക്കും, ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ തന്നിട്ടായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുക. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ് എഴുതാൻ പറഞ്ഞത് എന്ന് സ്പോട്ട് ചെയ്യലാണ് നമ്മുടെ ബുദ്ധി. സോ ഇഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ, ഇതാണ് നമ്മുടെ ടോപ്പിക്. സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെയാണ് യുദ്ധം ബാധിക്കുന്നത്? സാറിനോട് സ്ലൈഡ് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ പശുവും തെങ്ങൊക്കെയാണല്ലോ കാണുന്നത്. സ്ലൈഡ് ഒന്നും മാറിപ്പോയിട്ടില്ല. ഇതാണ് എൻ്റെ 2ാമത്തെ ട്രിക്ക്. ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യം, നിങ്ങളോട് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയായിരിക്കും സ്പീച്ച് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടാവുക. ഫോർ ഇൻസ്റ്റൻസ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ ആണ്. സോ അതൊരു തെങ്ങാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അതൊരു കോക്കനട്ട് ട്രീ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് ഈ തെങ്ങിനെ കുറിച്ച് മാത്രം എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിന് 7 മാർക്കിന് പേപ്പർ തേക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല, ആ തെങ്ങിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാനും വഴിയില്ല. കാരണം ഇഫക്റ്റ് ഓഫ് വാർ ഓൺ കോമൺ പീപ്പിൾ എന്നുള്ളത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അങ്ങനെ ഒരു ടോപ്പിക്കിൽ ഒരു 2 പുറം 2.5 പുറമൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം. എന്നാൽ ഉറപ്പായിട്ടും ആ ലാംഗ്വേജ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ടോപ്പിക്കിനെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലോജിക്കലി എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അപ്പോൾ നിങ്ങളോട് തെങ്ങിനെ കുറിച്ചാണ് എഴുതാൻ വേണ്ടി പറഞ്ഞെങ്കിൽ ആദ്യം നിങ്ങൾ തെങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് പറഞ്ഞോളൂ. ആദ്യം നിങ്ങൾ ആ സ്പീച്ചിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് പറഞ്ഞോളൂ.
എന്നിട്ട് നമുക്കറിയാവുന്ന പശുവിനെ നമ്മൾ ആ തെങ്ങിൽ കൊണ്ടുവച്ച് കെട്ടണം. എന്നിട്ട് നമ്മൾ പശുവിനെ കുറിച്ച് സംസാരിക്കണം. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ആരെക്കുറിച്ചാണ്? പശുവിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചതൊക്കെ ആരെക്കുറിച്ചാണ്? ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാവുന്ന പശുവിനെ ആ തെങ്ങിലേക്ക് കെട്ടുന്നിടത്താണ് നമ്മുടെ ബുദ്ധി കിടക്കുന്നത്. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നാച്ചു സാർ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നോക്കും, ഒരു സ്പീച്ച് എപ്പോഴും തുടങ്ങുമ്പോൾ അതിനൊരു രീതിയുണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്, അതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു എസ്സേ എഴുതുന്ന പോലെ നമുക്ക് ടോപ്പിക്കിലേക്ക് നേരിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. അവരോട് നമ്മൾ പറയുകയാണ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതൊരു സ്കൂളിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഡെലിവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു. എങ്ങനെയാണ്? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നിട്ട് ഇതാണ് എൻ്റെ തെങ്ങ്, ഇതാണ് എൻ്റെ കോക്കനട്ട് ട്രീ. ഈ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാനാണ്, സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? എൻ്റെ ചാപ്റ്ററിലെ വിഷയവുമായിട്ട് കണക്ട് ചെയ്യണം. നോക്കൂ, ടുഡേ വി ഹാവ് ഗാദേർഡ്. ഇന്ന് നമ്മളിവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണ്? ടു റിമെമ്പർ ഹിരോഷിമ ഡേ. ഹിരോഷിമ ഡേ ഓർക്കാൻ വേണ്ടിയാണ്. ഓക്കെ, this day reminds us of the terrible destruction caused by war. ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഓർമ്മിപ്പിക്കുന്നത് the terrible destruction caused by war. ഒരു യുദ്ധത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭീകരമായ തകർച്ച, ഡിസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഓൺ 6th August 1945. നോക്കൂ, ക്വസ്റ്റ്യനിൽ 1945 എവിടെയും തന്നിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ ഡാറ്റ അറിയാമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് എഴുതാൽ മതി? ഓൺ 6th August എഴുതിയാൽ മതി. ആൻ ആറ്റോമിക് ബോംബ് ഡിസ്ട്രോയ്ഡ് ദ സിറ്റി ഓഫ് ഹിരോഷിമ ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറഞ്ഞ നഗരത്തെ ആര് തകർത്ത് കളയുന്നു? ഒരു ആറ്റോമിക് ബോംബ് തകർത്ത് കളയുന്നു. thousands of ordinary men, I want you to focus here. ആയിരക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ, ആണും പെണ്ണും ഒക്കെ ഉണ്ട് അല്ലേ? ഓർഡിനറി മെൻ, വിമൺ ആൻഡ് ചിൽഡ്രൻ ലോസ് ദെയർ ലൈവ്സ് വിത്തിൻ സെക്കൻഡ്സ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എഫക്റ്റ് ചെയ്തത് സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഹിസ്റ്ററി ഷോസ് us that, ഇത് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതാണ്, നമ്മൾ ചാപ്റ്ററിലേക്ക് ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല, നമ്മളിതുവരെ നമ്മുടെ പശുവിനെ കെട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഓർമ്മിച്ച് വെച്ചോളൂ, ഹിസ്റ്ററി ഷോസ് us that, ചരിത്രം എപ്പോഴും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ത്? ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ദ കോമൺ പീപ്പിൾ ഹൂ സഫർ മോസ്റ്റ് ഇൻ വാർസ്. യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാരാണ് എന്ന് ഹിസ്റ്ററിയിലെ ഓരോ ഇൻസിഡൻസും നമുക്ക് ടെസ്റ്റിമോണിയൽസ് ആണ്, തെളിവുകളാണ്. സോൾജിയേഴ്സ് ഫൈറ്റ് ബ്രേവ്ലി അറ്റ് ദ ഫ്രണ്ട്. സോൾജിയേഴ്സ്, പട്ടാളക്കാര് വളരെ ബ്രേവ്ലി, ധീരമായിട്ട് വാർ ഫ്രണ്ടിൽ, യുദ്ധമുഖത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ബിഹൈൻഡ് ദം ആർ പാരൻസ്. എന്നാൽ ഈ പറയുന്ന സോൾജിയേഴ്സിന്റെ പിറകിൽ അവരുടെ ആരുണ്ട്? പാരൻസ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഫാമിലീസ് ഇൻ ജനറൽ ഉണ്ട്, ഹു ലിവ് ഇൻ ഫിയർ ആൻഡ് പെയിൻ. നോക്കൂ, അവർ ബ്രേവായിട്ട് രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ പാരൻസ്, അവരുടെ റിലേറ്റീവ്സ് ഭയത്തിൽ, സങ്കടത്തിൽ, വേദനയിലാണ് ജീവിക്കുന്നത്. ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നമ്മളുടെ പശുവിനെ, നമ്മളുടെ ചാപ്റ്ററിനെ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഈ ടോപ്പിക്കുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കൂ, ലൂയിജി പിരാൻഡല്ലോ സ്റ്റോറി വാർ ഷോസ് us. ലൂയിജി പിരാൻഡല്ലോയുടെ വാർ എന്ന് പറഞ്ഞ കഥ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ദിസ് ട്രൂത്ത് വെരി ക്ലിയർലി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സത്യമുണ്ടല്ലോ, ഈ യാഥാർത്ഥ്യമുണ്ടല്ലോ, വാർ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കോമൺ പീപ്പിളിനെയാണ് എന്നത് വളരെ വ്യക്തമായി ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പശുവിനെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നത്? തെങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഡോണ്ട് ടേക്ക് മീ റോങ്, ദിസ് ഈസ് എൻ അനാലജി, റൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇൻ ദ സ്റ്റോറി, പാരൻസ് ഇൻ എ ട്രെയിൻ കാരേജ് ടോക്ക് അബൌട്ട് ദർ ചിൽഡ്രൻ ബീയിങ് സെൻറ്റ് ടു ദ വാർ ഫ്രണ്ട്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ സമ്മറി എഴുതുക എന്നുള്ളതല്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചുരുക്കുക. നോക്കൂ, ഈ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? പാരൻസ് ഇൻ എ ട്രെയിൻ കാരേജ്, ഒരു സെക്കൻഡ് ക്ലാസ്, നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോ, ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ കാരേജിൽ പാരൻസ്, രക്ഷിതാക്കൾ, ടോക്ക് അബൌട്ട് ദർ ചിൽഡ്രൻ ബീയിങ് സെൻറ്റ് ടു ദ വാർ ഫ്രണ്ട്, അവരുടെ കുട്ടികൾ വാർ ഫ്രണ്ടിലേക്ക് അയക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. Each parent hides their sorrow with words of duty and patriotism. ഓരോ പാരൻസും അവരുടെ സോറോ, അവരുടെ സങ്കടം ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്തിൽ? വിത്ത് ദ വേർഡ്സ് ഓഫ് ഡ്യൂട്ടി ആൻഡ് പാട്രിയോട്ടിസം. തങ്ങളുടെ കുട്ടികളെ അയക്കുക, വാർ ഫ്രണ്ടിലേക്ക് അയക്കുക എന്നുള്ളത് തങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്, പാട്രിയോട്ടിസമാണ്, രാജ്യസ്നേഹമാണ് എന്ന് തങ്ങളെ തന്നെ പറഞ്ഞു പറ്റിച്ച് അവർ ധൈര്യം അഭിനയിക്കുകയാണ്. ബട്ട് ഇൻസൈഡ്, പക്ഷേ ഉള്ളിൽ,
ദേ ആർ ബ്രോക്കൺ. അവർ തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. അവർ ഗ്രീവിംഗ് ആണ്, അവർ ഗ്രീഫ് സ്ട്രിക്കൺ ആണ്, അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. ദ സ്റ്റൗട്ട് മാൻ സ്പീക്സ് ലൗഡ്ലി അബൌട്ട് സാക്രിഫൈസ്. ആ സ്റ്റൗട്ട് മാൻ ഉണ്ടല്ലോ, കഥയുടെ അവസാനം വരുന്ന സ്റ്റൗട്ട് മാൻ, അദ്ദേഹം സാക്രിഫൈസിനെ കുറിച്ച്, അദ്ദേഹം എന്താ പറയുക, ഈ പറയുന്ന മകനെ സാക്രിഫൈസ്, രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തതിനെ കുറിച്ച്, ത്യാഗത്തിനെ കുറിച്ച് വളരെ ബ്രേവായിട്ട് പ്രൗഡായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ അയാളുടെ പ്രിട്ടൻഷൻ മാത്രമാണ്, അഭിനയം മാത്രമാണ്. ഇൻ ദ എൻഡ്, എന്നാൽ അവസാനമോ, he breaks down in uncontrollable grief. അദ്ദേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഗ്രീഫിൽ, വേദനയിൽ, എക്സ്ട്രീം സോറോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ബിക്കോസ് ഹിസ് സൺ ഈസ് ഗോൺ ഫോർ എവർ. കാരണം അദ്ദേഹത്തിന്റെ മകൻ എന്നേക്കുമായി വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടാണ്. നമ്മൾ മുഴുവൻ കഥയൊന്നും ഇവിടെ പറയണ്ട, നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ടെൽസ് us that no philosophy, no pride and no power can cover up tears of common people. നോക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് വലിയ ഫിലോസഫികൾ പറഞ്ഞ് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട സങ്കടം നിങ്ങൾക്ക് കവർ ചെയ്യാം. നിങ്ങൾക്ക് പ്രൈഡ്, നിങ്ങൾക്ക് രാജ്യത്തുള്ള അഭിമാനം പറഞ്ഞ് നിങ്ങൾക്ക് കവർ ചെയ്യാം. നിങ്ങൾക്ക്, എന്നാൽ ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക്, ലോങ് ടൈമിലേക്ക് സാധാരണക്കാരുടെ കുട്ടികളെ നഷ്ടപ്പെട്ട വേദന കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വാർ ഡസ് നോട്ട് ടേക്ക് അവേ ദ ലൈഫ്സ് ഓഫ് ദ റൂളേഴ്സ് ഓർ ദ പ്രിവിലേജ്ഡ്. ദിസ് ഈസ് വെരി ക്രൂഷ്യൽ. ചിലപ്പോൾ വാർ ഉണ്ടാവുന്നത്, വാർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, വാർ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്, വാർ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന റൂളേഴ്സ് ആയിരിക്കാം, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവരായിരിക്കാം ചിലപ്പോൾ ആ വാറിനെ ബാക്ക് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ. പക്ഷേ ഈ വാർ ഒരിക്കലും ഇവരെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇവരുടെ ജീവനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്നതൊരു റിയാലിറ്റിയാണ്. ഇറ്റ് ടേക്സ് അവേ ദ ചിൽഡ്രൻ ഓഫ് ഓർഡിനറി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. സാധാരണക്കാരായ അച്ഛന്മാരുടെയും അമ്മമാരുടെയും കുട്ടികളെയാണ് ആ വാർ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്, കൊല്ലുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദിസ് ഹിരോഷിമ ഡേ, ഈ ഹിരോഷിമ ഡേയിൽ ലെറ്റ് us റിമൈൻഡ് ourselves, നമുക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം, റിമൈൻഡ് ചെയ്യാം, ദാറ്റ് പീസ് ഈസ് ദ ഓൺലി വേ ഫോർവേഡ്. മുന്നോട്ടുള്ള വഴി വാറിൻ്റെതല്ല. വാറിന് നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടി പറ്റില്ല. പീസ് ഈസ് ദ only way forward. We must learn to respect life. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. We must learn to respect life. നമ്മൾ ആളുകളുടെ ജീവനെ റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കണം. We must choose dialogue over conflict. സോ നമ്മൾ എപ്പോഴും എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, കോൺഫ്ലിക്റ്റിന്, സംഘട്ടനത്തിന്, അടിപിടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. പിന്നെയോ നമ്മൾ എപ്പോഴും എന്ത് ചൂസ് ചെയ്യണം, ഡയലോഗ് ചൂസ് ചെയ്യണം. നമുക്ക് സംഭാഷണം നടത്താം, നമുക്ക് സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് ഒരു എഗ്രിമെന്റിൽ എത്താം. rather than choosing war, choose dialogue. Okay, choose conversation, choose meaningful talks. We must say no to war. നമ്മൾ എപ്പോഴും വാറിനോട് നോ എന്ന് പറയണം. താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ആൻഡ് ഇതൊരു ഡെമോ മാത്രമാണ്. ഓക്കെ, നമുക്കിതിലും നന്നായി എഴുതാം, ഇതിലും ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ദിസ് ഈസ് ഹൗ യു കൺസ്ട്രക്ട് എ സ്പീച്ച്, ദിസ് ഈസ് ഹൗ യു ഫോർമുലേറ്റ്, ഓർക്കസ്ട്രേറ്റ് എ 6 mark 7 mark സ്പീച്ച്. ഓക്കെ, ആൻഡ് ഐ ബിലീവ് ഈ വീഡിയോയുടെ ദൗത്യം, ഈ വീഡിയോയുടെ ഇൻറ്റൻഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളാണ് കമൻറ്റ് ബോക്സിൽ പറയേണ്ടത്. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ, ദിസ് ഈസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി. ഐ ലവ് യു ഓൾ.